ഹലോ ഫ്രണ്ട്സ്, ലേൺസിയോ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള PYQ ക്വസ്റ്റ്യൻസിന്റെ റിവിഷൻ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ക്ലാസ് അവസാനം വരെ 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ കാണാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മസ്തൂർ കിസാൻ ശക്തി സംഘടനാണ് കേട്ടോ. മസ്തൂർ കിസാൻ ശക്തി സംഘടനാണ് എന്താണ് വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച സംഘടന. നോക്കാം. മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറഞ്ഞ സംഘടന സ്ഥാപിച്ച വർഷം 1990 മെയ് 1 കേട്ടോ. പഠിച്ചു വെക്കണേ. മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറഞ്ഞ സംഘടന സ്ഥാപിച്ച വർഷം 1990 മെയ് 1. ഇത് എവിടെയാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ രാജ് സമദ് ജില്ലയിലുള്ള ദേവദുംഗ്രി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. പരീക്ഷയ്ക്ക് 10th പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചതെന്നായിരിക്കും ചോദിക്കുന്നത്. രാജസ്ഥാനിലാണ് സ്ഥാപിച്ചത്. സ്ഥാപിച്ച വർഷം 1990 മെയ് 1. ഇനി സ്ഥാപകർ ആരൊക്കെയാണെന്ന് ചോദിക്കാം. മുൻ IAS ഉദ്യോഗസ്ഥയായ അരുണ റോയ്, സാമൂഹിക പ്രവർത്തകരായ നിഖിൽ ഡേ, ശങ്കർ സിംഗ് എന്നിവരും പ്രാദേശിക തൊഴിലാളികളും ചേർന്നാണ് ഇത് രൂപീകരിച്ചത്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടനയായിട്ടുള്ള മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറഞ്ഞ സംഘടനയുടെ സ്ഥാപക നേതാവ് ആരാണെന്നായിരിക്കും ചോദിക്കുന്നത്. ആരാണ്? അരുണ റോയ് ആണ് കേട്ടോ. അപ്പൊ അരുണ റോയിയുടെ പേര് മാത്രം ഒന്ന് പഠിച്ചു വെക്കണം. സ്ഥാപക നേതാവ് അരുണ റോയ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറഞ്ഞത് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളി കർഷക ശക്തി സംഘടന എന്നാണ് കേട്ടോ. അർത്ഥം എന്താണ്? തൊഴിലാളി കർഷക ശക്തി സംഘടന എന്നാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു മുദ്രാവാക്യമായിരുന്നു നമ്മുടെ പണം നമ്മുടെ കണക്ക് എന്നതായിരുന്നു ഈ ഒരു സംഘടനയുടെ മുദ്രാവാക്യം കേട്ടോ. പിന്നെ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കാൻ സഹായിച്ച ചരിത്രപ്രധാനമായ നിയമമാണ് ദേശീയ വിവരാവകാശ നിയമം 2005, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞ RTI ആക്ട് 2005. ഇനി നമുക്ക് നോക്കാം. 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം പാസാക്കി കേട്ടോ. അതുപോലെ തന്നെ 2005 ഒക്ടോബർ 12 മുതൽ ഇത് രാജ്യവ്യാപകമായി പൂർണ്ണതോതിൽ നിലവിൽ വരികയും ചെയ്തു. പരീക്ഷയ്ക്ക് ചോദിക്കാം. നമ്മുടെ വിവരാവകാശ നിയമം 2005 എന്നാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് എന്ന് ചോദിക്കാം. അപ്പൊ 2005 ജൂൺ 15 വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത്. ഇനി നിലവിൽ വന്നതെന്നാണ് ചോദിക്കാം. വിവരാവകാശ നിയമം 2005 എന്ന നിയമം നിലവിൽ വന്നതെന്നാണ്? 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം എന്ന് പറഞ്ഞ നിയമം നിലവിൽ വന്നത്. ക്ലിയർ ആണേ? അടുത്ത പോയിന്റ്. ഇനി ഈ ഒരു നിയമത്തിന്റെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് വിവര സ്വാതന്ത്ര്യ നിയമം 2002. അതായത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 കേട്ടോ. അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ അഥവാ ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനാണ് വജാഹത്ത് ഹബീബുള്ള കേട്ടോ. വജാഹത്ത് ഹബീബുള്ള. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ്. പഠിച്ചു വെക്കണേ. ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത്ത് ഹബീബുള്ള. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. ക്ലിയർ ആണ്? ഇനി ഒക്ടോബർ 12 എന്താണ് ദേശീയ വിവരാവകാശ ദിനമായി ആചരിക്കുന്നത്. ഒക്ടോബർ 12 ദേശീയ വിവരാവകാശ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ കേട്ടോ. അപ്പൊ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ ആണ്. അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തിലെ നമ്മുടെ കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായർ ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കൂ ഇതൊക്കെ കേട്ടോ. പഠിച്ചു നോക്കണം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ A ആണ് കേട്ടോ. അരവിന്ദ് പനഗിരിയാണ് കേട്ടോ. അപ്പൊ നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗിരിയ. നോക്കാം. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത്. നിലവിൽ വന്ന തീയതി എന്നാണ്? 2015 ജനുവരി 1. ഇനി നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. നീതി ആയോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്.
നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ, അതായത് നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗിരിയ, അതാണ് നമ്മൾ പറഞ്ഞ അരവിന്ദ് പനഗിരിയ. ഇനി നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരിയാണ് കേട്ടോ. അപ്പൊ നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ അഥവാ വൈസ് ചെയർമാൻ ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ്. അതോടൊപ്പം തന്നെ നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിന്ധുശ്രീ ഗുള്ളർ ആണ് കേട്ടോ. അപ്പൊ നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ സിന്ധുശ്രീ ഗുള്ളർ. നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ നീതി ചിബ്ര ആണ് കേട്ടോ. അധിക ചുമതലയായിട്ടാണ് നൽകിയത്. നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ നീതി ചിബ്ര ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി അഥവാ GST നിലവിൽ വന്നത് എപ്പോഴാണ്? അപ്പൊ ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി അഥവാ GST നിലവിൽ വന്നത് എന്നാണ്? 1 ജൂലൈ 2017 കേട്ടോ. അപ്പൊ 2017 ജൂലൈ 1 GST ഇന്ത്യയിൽ നിലവിൽ വന്നത്. എന്താണ് GST നോക്കാം. GSTയുടെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് കേട്ടോ. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെയാണ് GST എന്ന് പറയുന്നത്. അതായത് 101 ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് GST ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ചോദിക്കാമേ പരീക്ഷയ്ക്ക്. 101 ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് GST ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അതായത് 101ാമത്തെ ഭരണഘടനാ ഭേദഗതിയും 122ാമത്തെ ഭേദഗതി ബില്ലുമായിരുന്നു GST കേട്ടോ. പിന്നെ ഈ ഒരു GSTയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം ഒരു നികുതി, വൺ നേഷൻ വൺ ടാക്സ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പരോക്ഷ നികുതിയാണ് GST. അപ്പൊ GST പ്രത്യക്ഷ നികുതിയാണോ പരോക്ഷ നികുതിയാണോ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. GST ഒരു പരോക്ഷ നികുതിയാണ്. GSTയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഒരു നികുതിയാണ് കേട്ടോ. അതുപോലെ തന്നെ GST ആദ്യം നടപ്പാക്കിയ രാജ്യം ഫ്രാൻസ് ആണ് കേട്ടോ. GST ആദ്യം നടപ്പിലാക്കിയ രാജ്യം എന്താണ്? ഫ്രാൻസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി GST ബില്ല് പാസാക്കിയ സംസ്ഥാനം അസമാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇന്ത്യയിൽ ആദ്യമായി GST ബില്ല് പാസാക്കിയ സംസ്ഥാനം അസമാണ്. GST കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് കേട്ടോ. ചോദിക്കാൻ പരീക്ഷിക്കും. GST കൗൺസിലിന്റെ അധ്യക്ഷനാരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്, അതാ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ GSTയുടെ പ്രധാന സ്ലാബുകൾ, അതായത് നിലവിൽ വന്നപ്പോൾ ഉള്ള പ്രധാന സ്ലാബുകൾ എന്ന് പറഞ്ഞാൽ 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെയായിരുന്നു. എന്നാൽ ആയിരുന്നു കേട്ടോ പുതിയ സ്ലാബ് വന്നു. അതിനു മുമ്പ് നമുക്ക് പറയാം, GST ദിനം എല്ലാ വർഷവും ജൂലൈ 1 GST ദിനമായിട്ട് ആചരിക്കുന്നത്. ജൂലൈ 1 GST ദിനം. കാരണം എന്താണ്? 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. അതിനെ തുടർന്നാണ് ജൂലൈ 1 GST ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ തന്നെ 2025 സെപ്റ്റംബർ 22 മുതലാണ് രാജ്യമൊട്ടാകെ ഈ പുതിയ GST 2.0 പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നത്. പഠിച്ചു വെക്കണം. GST 2.0 പരിഷ്കാരം പ്രാബല്യത്തിൽ വന്ന തീയതി എന്നാണ്? 2025 സെപ്റ്റംബർ 22 മുതലാണ്. അതായത് പുതിയ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ GST 2.0 എന്ന് പറഞ്ഞാൽ 12%, 28% സ്ലാബുകൾ നിർത്തലാക്കി മുൻപുണ്ടായിരുന്ന 12%, 28% നിരക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കി അവയിലെ ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളും യഥാക്രമം 5%, 18% എന്ന നിലയ്ക്കിലേക്ക് മാറ്റി സ്ഥാപിച്ചു കേട്ടോ. അപ്പൊ നിലവിലെ GST സ്ലാബ് എന്ന് പറഞ്ഞാൽ 5%, 18%. അതോടൊപ്പം തന്നെ ആഡംബര ലഹരി വസ്തുക്കൾ അഥവാ ലക്ഷറി ടാക്സ് 40% നിരക്കിലും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, 2019 ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരനാരാണ്? 2019 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരനാരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് കേട്ടോ. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് മലയാളി കവിയായിട്ടുള്ള G ശങ്കരക്കുറുപ്പാണ്. 1965 ഓടക്കുഴൽ എന്ന കൃതിക്കാണ് G ശങ്കരക്കുറുപ്പിന് പുരസ്കാരം ലഭിച്ചത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ജേതാക്കൾ എത്ര പേരാണ്? ആകെ 6 പേരാണ് മലയാളത്തിൽ ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ളത്. ആരാണ്? ആദ്യം നേടിയത് G ശങ്കരക്കുറുപ്പാണ് 1965. പിന്നെ രണ്ടാമത്തെ ആള് SK പൊറ്റക്കാട് 1980, മൂന്നാമത്തെ ആള് തകഴി ശിവശങ്കരൻ പിള്ള 1984, MT വാസുദേവൻ നായർ 1995, ONV കുറുപ്പ് 2007, പിന്നെ ഏറ്റവും അവസാനം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. ക്ലിയർ ആണേ? അപ്പൊ 6 പേർക്കാണ് ലഭിച്ചത്. ഇതൊക്കെ ചോദിക്കാൻ പരീക്ഷയ്ക്ക് എത്ര പേർക്കാണ് ലഭിച്ചതെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2023 ലഭിച്ചത് 2 പേർക്കാണ്. ഗുൽസാർ എന്ന് പറഞ്ഞ ഉറുദു കവിക്കും അതുപോലെ തന്നെ ജഗദ്ഗുരു രാമഭദ്രാചാര്യ എന്ന് പറഞ്ഞ സംസ്കൃത പണ്ഡിതനുമാണ് 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2023 ലഭിച്ചത്. ഇനി 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2024 ലഭിച്ചത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് കേട്ടോ. ഹിന്ദി എഴുത്തുകാരനായിട്ടുള്ള വിനോദ് കുമാർ ശുക്ല. ഒന്നുകൂടെ പറയാം, 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2024 ലഭിച്ചത് വിനോദ് കുമാർ ശുക്ല, ഹിന്ദി എഴുത്തുകാരനാണ്. ഇനി
2025 ലേറ്റസ്റ്റ് ആണ്. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത തമിഴ് കവിയും ഗാനരചയിതാവും നോവലിസ്റ്റുമായിട്ടുള്ള ആർ വൈരമുത്തുവാണ് കേട്ടോ. അപ്പൊ 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആർ വൈരമുത്തു. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യമാണ്, സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ്. അപ്പൊ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഉണർവ് എന്ന പദ്ധതിയാണ്. അതെന്താണ് ഉണർവ് എന്ന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയുന്നതിനും അവരുടെ ശ്രദ്ധ കായിക കലാരംഗങ്ങളിലേക്ക് തിരിച്ചുവിടുന്നതിനുമായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉണർവ് പദ്ധതി കേട്ടോ. ഉണർവ് പദ്ധതിയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ആശയം ഇതിന്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് വെച്ചത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് വിമുക്തി മിഷൻ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനെതിരെ കേരള സർക്കാർ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ബോധവൽക്കരണ മിഷനാണ് വിമുക്തി മിഷൻ. വിമുക്തി മിഷൻ ആരംഭിച്ചത് 2016 കേട്ടോ. അതോടൊപ്പം തന്നെ വിമുക്തി മിഷന്റെ മറ്റ് പ്രധാന ക്യാമ്പയിൻ അഥവാ കൂട്ടായ്മകൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് നേർക്കൂട്ടമാണ്. കോളേജ് ക്യാമ്പസുകളിൽ രൂപീകരിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ കൂട്ടായ്മയാണ് നേർക്കൂട്ടം. രണ്ടാമത്തേത് ശ്രദ്ധ. കോളേജ് ഹോസ്റ്റലുകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി വിരുദ്ധ സമിതിയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. പിന്നെ ജാഗ്രതാ സമിതികളുമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് തലം മുതൽ പ്രവർത്തിക്കുന്ന ജാഗ്രതാ സമിതികളും വിമുക്തി മിഷന്റെ ഭാഗമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ യോദ്ധാവ് എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? കേരള പോലീസിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് കടത്തുന്നതിനും ഉപയോഗത്തിനുമെതിരെ പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ് പദ്ധതി കേട്ടോ. പൊതുജന പങ്കാളിത്തത്തോടെയാണ് യോദ്ധാവ് പദ്ധതി നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പനയും വിതരണവും തടയുന്നതിനായി ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് കേട്ടോ. അതുപോലെ തന്നെ സ്കൂൾ പരിസരങ്ങളിലെ കടകളിൽ കർശനമായ പരിശോധനകൾ നടത്തുന്നത് ഈ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞ പദ്ധതിയുടെ ഭാഗം ആയിട്ടാണ് കേട്ടോ. ഇനി ഏറ്റവും അവസാനത്തേത് ഓപ്പറേഷൻ തൂഫാൻ കേട്ടോ. ലേറ്റസ്റ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട്. കേരള സർക്കാർ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെയും ലഹരി ഉപയോഗത്തിനെതിരെയും സംസ്ഥാന വ്യാപകമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഏറ്റവും പുതിയതും വിപുലവുമായതുമായ ആന്റി നാർക്കോട്ടിക് ക്യാമ്പയിനാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് അറിയാലോ, കൂടുതൽ പറയണ്ടല്ലോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഒന്നാമത് നോക്കാം. കിഴക്കൻ തീര സമതലമാണ് അറബിക്കടലിലും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത്. തെറ്റല്ലേ? കിഴക്കൻ തീര സമതലം അവിടെ അല്ലല്ലോ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ താരതമ്യേന വീതിക്കുറവ്, അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഡെൽറ്റകൾ കാണപ്പെടുന്നു, അത് ശരിയാണ്, ഡെൽറ്റകൾ കാണപ്പെടുന്നു. പിന്നെ സുന്ദര വനപ്രദേശം കേട്ടോ. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു, അത് ശരിയായിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 3, 4 ഇവിടെ ശരി. എന്താണ് ഇവിടെ തെറ്റാൻ കാര്യമായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. കിഴക്കൻ തീര സമതലം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലും കിഴക്കൻ ഘട്ടത്തിനും ഇടയിലാണ് കേട്ടോ. അപ്പൊ കിഴക്കൻ തീര സമതലം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിനും കിഴക്കൻ ഘട്ടത്തിനും ഇടയിലാണ്. പടിഞ്ഞാറൻ തീരസമതലത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ് കേട്ടോ. കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികൾ ഇവിടെ ഫലഭൂഷ്ടമായ ഡെൽറ്റകൾ രൂപപ്പെടുത്തുന്നു. പശ്ചിമ ബംഗാളിലെ സുന്ദരവന പ്രദേശം മുതൽ തെക്ക് കന്യാകുമാരി വരെ ഈ നമ്മുടെ കിഴക്കൻ തീരസമതലം നീണ്ടു കിടക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, മൗണ്ട് K2 ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 ആണ്. എന്താണെന്ന് നോക്കാം. മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി കൂടിയാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ 8611 മീറ്റർ ആണ് കേട്ടോ. 8611 മീറ്റർ ആണ് ഈ മൗണ്ട് K2ന്റെ ഉയരം എന്ന് പറയുന്നത്. നിലവിൽ ഇത് പാക് അധീന കാശ്മീരിലെ കാരക്കോറം പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതുകൂടെ അറിഞ്ഞിരിക്കണം. മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ നിലവിൽ സ്ഥിതി ചെയ്യുന്നത് പാക് അധീന കാശ്മീരായിട്ട് POKയുടെ കാരക്കോറം പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ.
ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം ഇനി കാഞ്ചൻഗംഗ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് കേറ്റു ആണ്. പക്ഷേ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, പൂർണ്ണമായും ഇന്ത്യയുടെ ഔദ്യോഗിക നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻഗംഗ കേട്ടോ. അപ്പൊ അതുകൂടെ നോട്ട് ചെയ്തോണേ. പൂർണ്ണമായും ഇന്ത്യയുടെ ഔദ്യോഗിക നിയന്ത്രണത്തിലുള്ള കേട്ടോ, നമ്മുടെ ഇന്ത്യക്കകത്ത് പൂർണ്ണമായും നിയന്ത്രണത്തിലുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻഗംഗ. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ കാഞ്ചൻഗംഗയാണ്. മറ്റേത് ഇന്ത്യയുടെ കൊടുമുടി ചോദിക്കുകയാണെങ്കിൽ മൗണ്ട് കേറ്റു ആണ് ആൻസർ വരുന്നത് കേട്ടോ. പൂർണ്ണമായും ഇന്ത്യയുടെ ഔദ്യോഗിക നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻഗംഗ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് കാഞ്ചൻഗംഗയുടെ ഉയരം എന്ന് പറയുന്നത് 8586 മീറ്റർ ആണ്. 8586 മീറ്റർ ആണ് കാഞ്ചൻഗംഗയുടെ ഉയരം. ഇത് സിക്കിമിൽ, അതായത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ സിക്കിമിലാണ് കാഞ്ചൻഗംഗ സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചൻഗംഗ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി മൗണ്ട് എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് കേട്ടോ. മൗണ്ട് എവറസ്റ്റ് എന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. 8848.86 മീറ്റർ ആണ് ഉയരം. ഇത് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ്. നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് സാഗർമാത എന്നറിയപ്പെടുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം, നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്ന കൊടുമുടി ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ക്ലിയർ ആണേ? അതുപോലെ തന്നെ നന്ദാദേവി, അതുകൂടെ നടന്നിരിക്കണം. നന്ദാദേവി പൂർണ്ണമായും ഇന്ത്യക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കൊടുമുടികളിൽ ഒന്നാണ് നന്ദാദേവി. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് നന്ദാദേവി സ്ഥിതി ചെയ്യുന്നത്. നന്ദാദേവിയുടെ ഉയരം എന്ന് പറഞ്ഞാൽ 7816 മീറ്റർ ആണ്. അടുത്ത ചോദ്യം ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഇതാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി, ഗോദാവരിയാണ്. അപ്പൊ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. നോക്കാം. ദക്ഷിണഗംഗ, വൃദ്ധഗംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയായിട്ടുള്ള ഗോദാവരി ദക്ഷിണഗംഗ എന്നും വൃദ്ധഗംഗ എന്നും അറിയപ്പെടുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാം, ദക്ഷിണഗംഗ എന്നും വൃദ്ധഗംഗ എന്നും അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. അത് അറിയപ്പെടുന്നത് ദക്ഷിണഗംഗ എന്നും വൃദ്ധഗംഗ എന്നുമാണ് അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലുള്ള തൃക്കബേശ്വർ കേട്ടോ, തൃക്കബേശ്വർ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ഈ ഗോദാവരി നദിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഏകദേശം 1465 കിലോമീറ്റർ നീളമുള്ള ഗോദാവരി ഇന്ത്യയിൽ നീളത്തിന്റെ കാര്യത്തിൽ ഗംഗയ്ക്ക് തൊട്ടു പിന്നിൽ 2ാം സ്ഥാനത്താണ് ഗോദാവരി നദി വരുന്നത് കേട്ടോ. മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ഒടുവിൽ ബംഗാൾ ഉൾക്കടലിലാണ് ഗോദാവരി നദി പതിക്കുന്നത്. ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികളാണ് മഞ്ചിര, പെൻഗംഗ, വെയിൻഗംഗ, ഇന്ദ്രാവതി. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി, ശബരി, പ്രാണഹിത എന്നിവ ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ഏതാണ്? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, മുംബൈ ആണ് കേട്ടോ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ആണ് കേട്ടോ. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഏതാണ്? കോയമ്പത്തൂർ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ. വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂരാണ്. പിന്നെ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ബാലരാമപുരമാണ് കേട്ടോ. തിരുവനന്തപുരത്തെ ബാലരാമപുരമാണ് കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനം കൊൽക്കത്തയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനം കൊൽക്കത്തയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയുടെ കായിക തലസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭുവനേശ്വർ ആണ് ഇന്ത്യയുടെ കായിക തലസ്ഥാനം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം പരീക്ഷയുമായി ബന്ധപ്പെട്ട്. അടുത്ത ചോദ്യം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ജലപാത ഏതാണ്? കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ജലപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ദേശീയ ജലപാത 3 ആണ് കേട്ടോ. ദേശീയ ജലപാത 3 ആണ്. അപ്പൊ പഠിച്ചു വെക്കണം. കേരളത്തിലൂടെ ഒഴുകുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 3. ഈ ദേശീയ ജലപാത 3 എന്ന് പറഞ്ഞാൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ജലപാതയാണ് ദേശീയ ജലപാത 3 എന്ന് പറയുന്നത്. ദേശീയ ജലപാത 3ന്റെ നീളം എന്ന് പറയുന്നത് 205 കിലോമീറ്റർ ആണ് കേട്ടോ. 205 കിലോമീറ്റർ ആണ്. ഇനി ബാക്കിയുള്ളതോടെ നോക്കിപ്പോ ദേശീയ ജലപാത 1 എന്ന് പറഞ്ഞാൽ ഗംഗ, ഭഗീരഥി, ഹൂബ്ലി നദീതീരത്ത് കൂടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് അലഹാബാദ് മുതൽ ഹാൽദിയ വരെ കേട്ടോ. ദേശീയ ജലപാത 1 എന്ന് പറഞ്ഞാൽ അലഹാബാദ് മുതൽ ഹാൽദിയ വരെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 1. അത് എവിടെ മുതൽ എവിടെ വരെയാണ്? അലഹാബാദ് മുതൽ ഹാൽദിയ വരെ. ഇനി ദേശീയ ജലപാത 2 എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. അതായത് സാദിയ മുതൽ ദുബ്രി വരെ. ബ്രഹ്മപുത്ര നദിയിലെ സാദിയ മുതൽ ദുബ്രി വരെയാണ് ദേശീയ ജലപാത 2ന്റെ നീളം.
ആ പാത വരുന്നത്. ഇനി ദേശീയ ജലപാത 4 എന്ന് പറയുന്നത് കാക്കിനട മുതൽ പുതുച്ചേരി വരെ. പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ദേശീയ ജലപാത 4 എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാൽ ശൃംഖലയും ഗോദാവരി കൃഷ്ണ നദികളും ഉൾപ്പെടുന്നു ഈ ദേശീയ ജലപാത 4 കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, താരാപൂർ ആണവോർജം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. താരാപൂർ ആണവോർജം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. മഹാരാഷ്ട്രയിലാണ് താരാപൂർ ആണവോർജം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കർണാടകയിലാണ് കൈഗ ആണവോർജ നിലയം കേട്ടോ. കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. പിന്നെ കൂടംകുളം അതുപോലെ തന്നെ കൽപ്പാക്കം ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ് കേട്ടോ. കൂടംകുളം, കൽപ്പാക്കം ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടും. പിന്നെ ആന്ധ്രാപ്രദേശിലാണ് കൊവ്വാട ആണവോർജ നിലയം കേട്ടോ. കൊവ്വാട ആണവോർജ നിലയം ആന്ധ്രാപ്രദേശിലാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഇതിനകത്ത് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. കൽക്കരിയാണ് കേട്ടോ. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം കൽക്കരിയാണ്. എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കാം. പ്രകൃതിയിൽ പരിമിതമായ അളവിൽ മാത്രം കാണപ്പെടുന്നതും തുടർച്ചയായ ഉപയോഗം മൂലം തീർന്നു പോകാൻ സാധ്യതയുള്ളതുമായ ഊർജ്ജ സ്രോതസ്സുകളാണിവ. പഠിച്ചു വെക്കണം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയിൽ പരിമിതമായ അളവിൽ കാണപ്പെടുന്നതും തുടർച്ചയായ ഉപയോഗം മൂലം തീർന്നു പോകാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അതായത് ഇവ വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരുന്നു. ഈ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം കേട്ടോ. പിന്നെ ആണവോർജ്ജം കേട്ടോ. ഇതൊക്കെ പഠിച്ചു വെക്കണേ. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ആണവോർജ്ജം കേട്ടോ. ഇനി അതുപോലെ തന്നെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്താണെന്ന് ചോദിക്കാം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് പ്രകൃതിദത്തമായി തന്നെ വീണ്ടും വീണ്ടും പുതുക്കപ്പെടുന്നതും ഉപയോഗിക്കും തോറും തീർന്നു പോകാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകളെയാണ് പാരമ്പര്യേതര എന്ന് പറയുന്നത് കേട്ടോ. അതായത് പരിസ്ഥിതി മലിനീകരണം വളരെ കുറവായിരിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ഉദാഹരണം സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജം, വേലിയേറ്റ ഊർജം, ജൈവവാതകം, പിന്നെ ജലവൈദ്യുതി എന്നിവയൊക്കെയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം. ഈ ഉദാഹരണമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം, പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് കേട്ടോ. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇരുമ്പുരുക്ക് ശാലകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഉണ്ട്. സ്ഥിരമായിട്ട് PC പരീക്ഷകൾ ചോദിക്കുന്നതാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്, ഇരുമ്പുരുക്ക് ശാല. അപ്പൊ എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ പൊതുമേഖലയിലെ ആദ്യത്തെ സംയോജിത ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഇരുമ്പുരുക്ക് ശാല എന്ന് പറയുന്നത്. അതായത് പശ്ചിമ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ ഒഡീഷയിലെ സുന്ദർഗഡ് ജില്ലയിലാണ് ഇത് സ്ഥാപിച്ചത്. അപ്പൊ ഇതൊക്കെ കണക്ട് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കാം. റൂർക്കേല ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റൂർക്കേല ഇരുമ്പുരുക്ക് സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായത് പശ്ചിമ ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഫിലായി സ്റ്റീൽ പ്ലാന്റ്, ഫിലായി ഇരുമ്പുരുക്ക് ശാല എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയന്റെ അഥവാ റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിലാണ് സ്ഥാപിതമായത് ഫിലായി സ്റ്റീൽ പ്ലാന്റ്. അതുപോലെ തന്നെ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് അഥവാ ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഇരുമ്പുരുക്ക് ശാല യുണൈറ്റഡ് കിങ്ഡത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. ഇനി വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല, വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. കർണാടകയിലെ ഭദ്രാവതിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഡിഗ്ബോയ് ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഡിഗ്ബോയ് ആണ്. അതായത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ റിഫൈനറിയാണ് ഡിഗ്ബോയ് കേട്ടോ. അസമിലെ ടിൻസുക്കിയ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെട്രോളിയം ഖനനം ചെയ്ത റിഫൈനറിയാണ് ഡിഗ്ബോയ് കേട്ടോ. ഇനി അടുത്തത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതാണെന്ന് നോക്കാം. നിലവിൽ ലോകത്തിൽ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഏറ്റവും പഴക്കമേറിയതുമായ എണ്ണ ശുദ്ധീകരണശാലകളിൽ ഒന്നാണ് ഡിഗ്ബോയിലേത് കേട്ടോ. അപ്പൊ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതാണ് ഡിഗ്ബോയിലേത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹൈഡ്രോ കാർബൺ മേഖലയുടെ ഗംഗോത്രി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ഡിഗ്ബോയിലെ റിഫൈനറി അറിയപ്പെടുന്നത് ഇന്ത്യൻ ഹൈഡ്രോ കാർബൺ മേഖലയുടെ ഗംഗോത്രി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ നെയ്വേലി എന്താണെന്ന് നോക്കാം. ഓപ്ഷൻസിലുള്ളതൂടെ നോക്കി പോവാം. നെയ്വേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന
പ്രശസ്തമായ ലിഗ്നൈറ്റ് ഖനന പ്രദേശമാണ് കേട്ടോ. അപ്പൊ നെയ്വേലി എന്താണ്? തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ലിഗ്നൈറ്റ് ഖനന പ്രദേശമാണ് നെയ്വേലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജാരിയ എന്താണ്? ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനന മേഖലകളിൽ ഒന്നാണ് ജാരിയ കേട്ടോ. അപ്പൊ ജാരിയ കൽക്കരി ഖനന മേഖലയാണ് ഏറ്റവും വലുത്. അത് ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുംബൈ ഹൈ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫ് ഷോർ പെട്രോളിയം ഉൽപാദന കേന്ദ്രമാണ് കേട്ടോ. അപ്പൊ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫ് ഷോർ പെട്രോളിയം ഉൽപാദന കേന്ദ്രമാണ് മുംബൈ ഹൈ കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉപദ്വീപീയ പീഠഭൂമിയാണ്. നോക്കാം, ഇന്ത്യയിലെ ഏറ്റവും വലിയതും ഏറ്റവും പഴക്കമേറിയതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. പഠിച്ചു വെക്കണേ, ഇന്ത്യയിലെ ഏറ്റവും വലിയതും ഏറ്റവും പഴക്കമേറിയതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമിയിലെ വടക്കു പടിഞ്ഞാറൻ ഭാഗം അഥവാ കരിമണലാൽ സമ്പന്നമാണ് ഈ ഒരു ഡെക്കാൻ പീഠഭൂമി. ഇത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് കേട്ടോ. അപ്പൊ കരിമണലാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നർമ്മദ, തപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി കേട്ടോ. നർമ്മദ, തപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ്. അപ്പോൾ ഭരണഘടനാ ടോപ്പിക്കാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് നോക്കാം. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമത്വം ഉറപ്പാക്കൽ അത് വരും. അതുപോലെ തന്നെ കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം, പൊതു നിയമങ്ങളിൽ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. നമുക്കപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ബി ആണ് ഉൾപ്പെടാത്തത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി, കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് വരുന്നത്. ക്ലിയർ ആണ്? അപ്പൊ എന്താണെന്നൊന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിപ്പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പ്രതിപാദിക്കുന്ന മൗലിക അവകാശങ്ങളിൽ ഒന്നാമത്തേതാണ് സമത്വത്തിനുള്ള അവകാശം. ഇത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് കേട്ടോ. അപ്പൊ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് എന്താണ് സമത്വത്തിനുള്ള അവകാശം വരുന്നത്. സമത്വത്തിനുള്ള അവകാശം വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 കേട്ടോ. നോക്കാം, ആർട്ടിക്കിൾ 14 എന്താണെന്ന് നോക്കാം. അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമേ. ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, നിയമത്തിന്റെ തുല്യമായ പരിരക്ഷയും ഉറപ്പു നൽകുന്നു എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നത് നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ തുല്യ അവസരം നൽകുന്നതാണ് ആർട്ടിക്കിൾ 16. അവസര സമത്വം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 16. ഇനി ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മയും അയിത്താചാരണവും പൂർണ്ണമായും നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 18 സൈനികവും വിദ്യാഭ്യാസപരവുമായ ബഹുമതികൾ ഒഴികെ മറ്റെല്ലാ പദവികളും നിർത്തലാക്കുന്നതാണ് ആർട്ടിക്കിൾ 18. ക്ലിയർ ആണ്? അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷന് അതിൽ പെടാത്തതായിട്ട് വന്നിട്ടുള്ള കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം വരുന്നത് ആർട്ടിക്കിൾ 20 അത് വരുന്നത്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ് കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം വരുന്നത്. അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് കേട്ടോ. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നു. മൗലികാവകാശത്തെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അഥവാ മൗലിക കടമകളെ കുറിച്ചാണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 4A കേട്ടോ. ഭാഗം 4A നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A അനുച്ഛേദം 51A അഥവാ അനുച്ഛേദം 51A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാന്ന് ചോദിക്കാം. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ അഥവാ USSR ആണ് ഇപ്പോഴത്തെ റഷ്യ. സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ ഈ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞ ആശയം സ്വീകരിച്ചത്. തുടക്കത്തിൽ അതായത് 1976 10 മൗലിക കർത്തവ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 10 മൗലിക കടമകളായിരുന്നു ഉണ്ടായിരുന്നത്.
2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു കർത്തവ്യം കൂടി ആഡ് ചെയ്തു. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കുക എന്നതും കൂടി കൂട്ടിച്ചേർത്തു. അപ്പൊ ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യയിൽ 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത് കേട്ടോ. 11 മൗലിക കർത്തവ്യങ്ങൾ അഥവാ 11 മൗലിക കടമകളാണ് നിലവിൽ ഉള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏതാണ്? ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏതാണ്? ഓപ്ഷൻ ഡി വെള്ളയാണ്. നമുക്കറിയാം സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എന്നല്ലേ പറയുന്നത്. വെള്ളക്കൊടി കാണിച്ചത് എന്താണ്? അവിടെ സമാധാനമല്ലേ. അപ്പൊ ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പറയുന്നതാണ് വെള്ള. ബാക്കിയുള്ള നിറങ്ങളോട് നോക്കിപ്പോ കുങ്കുമം, സഫ്രോൺ കേട്ടോ. കുങ്കുമം ധീരതയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു കേട്ടോ. ധീരതയും ത്യാഗത്തെയുമാണ് കുങ്കുമം സൂചിപ്പിക്കുന്നത്. വെള്ള അഥവാ വൈറ്റ് നമ്മൾ പറഞ്ഞല്ലോ സമാധാനം, സത്യം, സമത്വം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. പച്ച അഥവാ ഗ്രീൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? വിശ്വാസത്തെയും സമൃദ്ധിയെയും പ്രജനന ശക്തിയെയും സൂചിപ്പിക്കുന്നതാണ് പച്ച എന്ന് പറഞ്ഞ നിറം. ഇനി നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാകയിലുള്ള അശോക ചക്രം, പതാകയുടെ മധ്യത്തിലുള്ള വെള്ളപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന അശോക ചക്രത്തിന്റെ നിറം എന്ന് പറഞ്ഞാൽ കടും നീലയാണ്, നേവി ബ്ലൂ നിറമാണ് വരുന്നത്. ധർമ്മത്തെയും പുരോഗതിയും പ്രതിനിധീകരിക്കുന്ന ഇതിൽ 24 അരക്കാലുകളാണ് ഉള്ളത് കേട്ടോ. അപ്പൊ എത്ര അരക്കാലുകളാണ് ഉള്ളതെന്ന് ചോദിക്കാം. അശോക ചക്രത്തിൽ 24 എണ്ണമാണ് ഉള്ളത് കേട്ടോ, ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ധർമ്മത്തെയും പുരോഗതിയും പ്രതിനിധീകരിക്കുന്ന അശോക ചക്രത്തിൽ 24 അരക്കാലുകളാണ് ഉള്ളത്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ആരാണ്? പിംഗലി വെങ്കയ്യാണ് കേട്ടോ. ഈ പിംഗലി വെങ്കയ്യാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. 1947 ജൂലൈ 12 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു. 1947 ജൂലൈ 12. പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 പരീക്ഷയ്ക്ക് ചോദിക്കുമേ. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2 ആണ്, 3:2 ആണ്. അടുത്ത ചോദ്യം, 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത് എന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഹിന്ദിയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്. നോക്കാം. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഹിന്ദി പതിപ്പ് ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ യഥാർത്ഥത്തിൽ ഇത് രചിച്ചത് ബംഗാളി ഭാഷയിലാണ് കേട്ടോ. അപ്പൊ രവീന്ദ്രനാഥ ടാഗോർ യഥാർത്ഥത്തിൽ രചിച്ചത് ബംഗാളി ഭാഷയിലാണ്, പിന്നെ ഹിന്ദിയിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. 1911 ഡിസംബർ 27 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിനാണ് ജനഗണമന ആദ്യമായി പാടിയത്. പരീക്ഷയ്ക്ക് ചോദിക്കാം. നമ്മുടെ ജനഗണമന ആദ്യമായി ആലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? INCയുടെ 1911 കൊൽക്കത്ത സമ്മേളനത്തിനാണ് ആദ്യമായിട്ട് ആലപിച്ചത്. ദേശീയ ഗാനം പൂർണ്ണ രൂപത്തിൽ പാടിത്തീർക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ് കേട്ടോ. ദേശീയ ഗാനം പൂർണ്ണ രൂപത്തിൽ പാടിത്തീർക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ് കേട്ടോ. ചില പ്രത്യേക അവസരങ്ങളിൽ പാടുന്ന ഇതിന്റെ ലഘുരൂപത്തിൽ 20 സെക്കൻഡ് മതിയാകും. 1919 രവീന്ദ്രനാഥ ടാഗോർ ഇതിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തു. അതായത് നമ്മുടെ ജനഗണമനയെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ടാഗോർ. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് പേരിടുകയും ചെയ്തു കേട്ടോ. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് വിവർത്തനം ചെയ്തതിന് പേരിട്ടത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ ദിനം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ ദിനം എന്നാണ് 1993 ആണ് കേട്ടോ. 1993 ആണ്. നോക്കാം. 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. പഠിച്ചു വെക്കണേ. 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഈ നിയമപ്രകാരം 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായി. ന്യൂഡൽഹിയിലുള്ള മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. പരീക്ഷയ്ക്ക് ചോദിക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? മാനവ് അധികാർ ഭവനാണ് കേട്ടോ. അതുപോലെ തന്നെ ആദ്യ അധ്യക്ഷൻ ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ആദ്യ അധ്യക്ഷനായിട്ട് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിലവിലെ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. നിലവിലെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. കേരളത്തിലാണ് അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. ആദ്യ അധ്യക്ഷൻ രംഗനാഥ മിശ്രയുമാണ്. ഈ ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണേ, നോക്കുന്നില്ല നമ്മൾ. അടുത്ത ചോദ്യം,
താഴെ കൊടുത്തിരിക്കുന്നതിൽ മതേതരത്വം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ഒരു താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം കേട്ടോ, സെക്യുലറിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതല്ല അർത്ഥമാക്കുന്നത്. മതസ്വാതന്ത്ര്യ ഭരണഘടന ഉറപ്പു നൽകുന്നു, മതത്തെ നിഷേധിക്കുന്നു. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് അർത്ഥം എന്ന് പറയുന്നത് PSCയുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല എന്നാണ് കേട്ടോ. ഫൈനൽ ആൻസർ കീഴിൽ PSC ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പഠിച്ചു വെക്കണേ. മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല എന്നാണ്. അടുത്ത ചോദ്യം, തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955 ഓപ്ഷൻ സി 1955. അടുത്ത ചോദ്യം, ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തൂ. ഭഗത് സിംഗുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന നോക്കാം. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. ബന്ധമില്ലാത്ത പ്രസ്താവനയല്ലേ ആന്നു. പിന്നെ 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ സംഘടന എന്ന സംഘടന രൂപീകരിച്ചു. അതും ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് പറഞ്ഞു, അത് ബന്ധമുള്ള പ്രസ്താവനയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഭഗത് സിംഗുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകളായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തൂ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തൂ. നോക്കാം. ഒന്നാമത്തേത്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ശരിയാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണച്ചിട്ടില്ല ഈ ഒരു ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു കേട്ടോ. ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. അത് ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അത് 2 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. 2 മാത്രം. അടുത്ത ചോദ്യം, മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. നോക്കാം നമുക്ക്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. ശരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. ശരിയാണ്. ആസാദിന്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. കറക്റ്റ് ആണ്. ആസാദിന്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം കേട്ടോ. നെയ് താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെയ് താലീം മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ല ആസൂത്രണം ചെയ്തത് കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകളായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് എന്താണെന്ന് നോക്കാം നമുക്ക്. അഭയാർത്ഥി പ്രവാഹം ഉൾപ്പെട്ടതാണ്. വർഗീയ ലഹള ഉൾപ്പെട്ടയാണ്. പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, അത് ശരി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അപ്പം ഇത് ഇന്ത്യ ക്വസ്റ്റ്യൻ ഇതാണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ നമ്മളെ വലിയ പ്രധാനപ്പെട്ട വെല്ലുവിളികളായിട്ട് വന്നിട്ടില്ല. അപ്പൊ ആൻസർ ഓപ്ഷൻ സി 3 മാത്രമാണ് ഇവിടെ ശരി. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക എന്നാണ് ചോദിക്കുന്നത്. യോജിക്കാത്തവ കണ്ടെത്തുക എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. ശരിയാണ്. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. ശരിയാണ്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ശരിയാണ്. അപ്പൊ ഇവിടെ 2 മാത്രമാണ് യോജിക്കാത്ത പ്രസ്താവന വരുന്നത് കേട്ടോ. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി 2 മാത്രമാണ് കേട്ടോ. അടുത്ത ചോദ്യം, ശരിയായ ജോഡികൾ കണ്ടെത്തുവാനാണ്. ശരിയായിട്ടുള്ള ജോഡികൾ കണ്ടെത്തുവാനാണ്. നോക്കാം നമുക്ക്. നേഷൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയുമായി ബന്ധപ്പെട്ടാണ്. ശരിയാണ്. പുസ്തകമാണ്. വോയിസ് ഓഫ് ഇന്ത്യ ലാലാ ലജ്പത് റായിയുടെ അല്ല, തെറ്റാണ്. വന്ദേ മാതരവും ദാദാഭായ് നവറോജിയുടെ അല്ല. കേസരി മറാത്ത ബാലഗംഗാധര തിലകന്റെയാണ്. കേസരി മറാത്തയും ബാലഗംഗാധര തിലകന്റെ പുസ്തകങ്ങളാണ്.
അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 4ഉമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി 1ഉം 4ഉം. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡിയിൽ കണ്ടെത്തുക. ശരിയായ ജോഡിയിൽ കണ്ടെത്തുമെന്നാണ് നോക്കുക. ശരിയായ ജോഡി കണ്ടെത്തുമെന്നാണ് സൂചിക്കുന്നത്. നോക്കാം. ഗദ്ദർ പാർട്ടി ചന്ദ്രശേഖർ ആസാദ് തെറ്റായിട്ടുള്ള ജോഡിയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CR ദാസ് മോത്തിലാൽ നെഹ്റു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് ശരിയാണ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് ശരിയാണ്. AITUC കേട്ടോ. AITUC എം എൻ ജോഷി, ലാലാ ലജ്പത് റായ് അത് ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി 3ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന നോക്കാം നമുക്ക്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച സംബന്ധിച്ച ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു കേട്ടോ. അപ്പോൾ അത് ശരിയാണ് കേട്ടോ. ദാദാഭായ് നവറോജിയുടെയാണ് ചോർച്ചാ സിദ്ധാന്തം. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചതും ദാദാഭായ് നവറോജിയാണ്. ശരിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിയാണ്. അതുപോലെ തന്നെ INCയുടെ ആദ്യ പ്രസിഡന്റ് ദാദാഭായ് നവറോജിയാണോ? അല്ല, തെറ്റാണ്. അപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഇപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ്. നോക്കാം നമുക്ക്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഡോക്ടർ രാധാകൃഷ്ണ മേനോനാണോ? തെറ്റാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ശരിയാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ ശരിയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGCയുടെ രൂപീകരണം 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിലാണോ? തെറ്റാണ്. അപ്പൊ ഇവിടെ 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത്. ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ഇവിടെ ശരി. നോക്കാം. ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി കേന്ദ്ര സർക്കാർ 1987 ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കേട്ടോ. അതുപോലെ തന്നെ രാധാകൃഷ്ണ മേനോൻ 1948-49 സർവകലാശാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലോ. പിന്നെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC രൂപീകരിക്കാൻ ശുപാർശ ചെയ്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായിട്ടുള്ള ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷനാണ് UGC രൂപീകരണവുമായി ബന്ധപ്പെട്ടത് ശുപാർശ ചെയ്തത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക ശരിയാണ്. മാഡം ഭിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി ശരിയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പണ്ഡിറ്റ് രമാഭായ് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു ശരിയാണ്. അപ്പൊ ഇത് 3ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട ശരിയാണ് കേട്ടോ. ഈ ജില്ലകളിൽ തീരപ്രദേശമില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരമാണ്. അത് തെറ്റാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള എവിടെയാണ്? തൃശ്ശൂരല്ലേ. അപ്പൊ തിരുവനന്തപുരം തെറ്റാണ്. ഇനി സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ്. സപ്തഭാഷാ സംഗമഭൂമി. കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂരിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ശരിയല്ലാത്തത് 2 മാത്രമാണ്. ഓപ്ഷൻ ബി 2 മാത്രമാണ് ഇവിടെ ശരിയല്ലാത്തതായിട്ട് വരുന്നത്. അടുത്തത്, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുവാൻ നോക്കാം. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. തെറ്റാണ്. വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. അത് ശരിയാണ്. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിലെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ശരിയാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ട് ശരിയായത് കണ്ടെത്തുന്നതാണ്. അപ്പൊ 2ഉം ഓപ്ഷൻ സി 2ഉം 3ഉമാണ് ഇവിടെ ശരി. അടുത്തത്, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നാണ് കേട്ടോ. കേരളത്തിലെ നദികളെ സംബന്ധിച്ചാണ്. നോക്കാം. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ശരിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാറും മുതിരപ്പുഴയും. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. അത് ശരിയാണ്. അപ്പൊ ഇവിടെയും ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അടുത്ത ചോദ്യം,
കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ്. നോക്കാം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യമാണ് കാനഡ. തെറ്റാണ്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ട് ആണ്. അത് ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവനയാണ്. 2, 3 ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി 2, 3 തെറ്റായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതി കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സാങ്കേതിക സഹായം നൽകിയ രാജ്യം ചൈനയാണ് കേട്ടോ. കാനഡയല്ല, ചൈനയാണ് സാങ്കേതിക സഹായം കോഴിക്കോടിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് നൽകിയത്. ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്കാണ് കാനഡ സഹായം നൽകിയത് കേട്ടോ. അപ്പൊ ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്കാണ് കാനഡ സഹായം നൽകിയത്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. അത് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കേട്ടോ. മുതിരപ്പുഴയിലാണ്, ഇടുക്കിയിലാണ്. 1940 കമ്മീഷൻ ചെയ്തത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് പെരിയാർ നദിയിൽ. ഇത് കാനഡയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കിയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി ഡാമാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി പദ്ധതി. പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. 340 മെഗാവാട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത പോയിന്റ്. പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽക്കരിച്ച കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കക്കയമാണ് കേട്ടോ. കുറ്റ്യാടിയിലെ കക്കയമാണ് പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽക്കരിച്ച കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. അടുത്ത ചോദ്യം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതൊക്കെ ആണെന്നാണ് ചോദിക്കുന്നത്. നോക്കാം. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. തെറ്റാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. ശരിയാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. തെറ്റാണ്. തെന്മല എക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 1, 3 ഇവിടെ തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്. 1, 3. നമുക്ക് നോക്കാം. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി 1934 സ്ഥാപിച്ചത്. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി എന്നറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ. പറമ്പിക്കുളം അല്ല, പെരിയാർ വന്യജീവി സങ്കേതത്തെയാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി എന്ന് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. ഇനി പെരിയാർ വന്യജീവി സങ്കേതത്തെ കുറിച്ച് പറയുവാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. സ്ഥാപിതമായത് 1950 1978 പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതമാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം 2010 കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയതും വലുതുമായിട്ടുള്ള തേക്കുമരമായ കന്നിമരം സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളത്താണ്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന നോക്കാം. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആകെ 5 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടുംചോല, മതികെട്ടാൻചോല, ആനമടിച്ചോല. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം, ഏറ്റവും ചെറുത് പാമ്പാടുംചോലയുമാണ് കേട്ടോ. അടുത്ത ചോദ്യം. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ്. നോക്കാം നമുക്ക്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ. തെറ്റാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ് ആണ്. ശരിയാണ്. അതുപോലെ തന്നെ KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ റേസ് വാക്കിംഗിൽ ഇനത്തിൽ യോഗ്യത നേടി. ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി 2, 3 ആണ്. നോക്കാം.
ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഒളിമ്പ്യനാണ് CK ലക്ഷ്മണൻ കേട്ടോ. 1924 പാരീസ് ഒളിമ്പിക്സിൽ ഹർഡിൽ എന്ന ഇനത്തിലാണ് CK ലക്ഷ്മണൻ പങ്കെടുത്ത ആദ്യ മലയാളി കേട്ടോ. പിന്നെ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി മാനുവൽ ഫെഡറിക് ആണ് കേട്ടോ. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആയിരുന്നു. വെങ്കല മെഡലാണ് മാനുവൽ ഫെഡറിക് നേടിയത്. അപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫെഡറിക് ആണ്. ഇനി 2 ഒളിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി ആരാണ്? PR ശ്രീജേഷ് ആണ് കേട്ടോ. അപ്പൊ 2 ഒളിമ്പിക്സ് മെഡലുകൾ നേടുന്ന മലയാളി PR ശ്രീജേഷ് ആണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും കേട്ടോ. ഹോക്കിയിൽ വെങ്കല മെഡലാണ് 2 വട്ടവും നേടിയത്. അതുപോലെ തന്നെ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത PT ഉഷയാണ് കേട്ടോ. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത PT ഉഷയാണ്. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലെ 400 മീറ്റർ ഹർഡിൽസിലാണ് കേട്ടോ. സെക്കൻഡ്സിന്റെ 100 അംശത്തിലാണ് വെങ്കല മെഡൽ നഷ്ടമായത്. അടുത്ത പോയിന്റ്, ഒളിമ്പിക്സ് വേദിയിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ആണ്. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം ആരാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാം. സജൻ പ്രകാശ് ആണ്. 2016 റിയോ ഒളിമ്പിക്സും 2020 ടോക്കിയോ ഒളിമ്പിക്സുമാണ്. അടുത്ത ചോദ്യം, മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ശരിയാണ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി ശരിയാണ്. ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ശരിയാണ്. അതുപോലെ തന്നെ 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ് തെറ്റാണ്. അത് തെറ്റാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. സോറി, ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകളായിട്ട് വരുന്നത്. 1935 പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനാണ് കേട്ടോ. കോഴഞ്ചേരി പ്രസംഗം C കേശവനാണ്. അടുത്തത്, കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതെന്ന് നോക്കാം. പൊയ്കയിൽ അപ്പച്ചൻ എന്ന് അറിയപ്പെടുന്നു ശരിയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ശരിയാണ്. വെടിയാട്ട് അടി ലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയാണ്. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ടിരുന്ന ജാതീയ നീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു, അത് തെറ്റാണ്. അപ്പം ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അതാണ് വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ്. നോക്കാം നമുക്ക്. കുമാരഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിൽ 2 തവണ 1921 1931 അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. അടിമത്തത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തി. ദളിത് വിഭാഗങ്ങൾക്ക് ഭൂമിയും വിദ്യാഭ്യാസ സൗകര്യവും ലഭ്യമാക്കാൻ പോരാടി. ഇദ്ദേഹത്തിന്റെ സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS എന്ന് പറയും. 1909 സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. സമത്വ സമാജം ആണോ? അല്ല. അരയ സമാജം, ജ്ഞാനോദയ സഭ, ജ്ഞാനോദയ സഭ, അതുപോലെ തന്നെ കൊച്ചി പുലയമഹാസഭ. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3, 4 ആണ് കേട്ടോ. അപ്പൊ പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ ഏതൊക്കെയാണ്? അരയ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭയുമാണ്. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുന്നതാണ്. ശരിയായ ജോഡിയാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. അരുവിപ്പുറം പ്രതിഷ്ഠ 1888 അരുവിപ്പുറം പ്രതിഷ്ഠ വരുന്നത്. പിന്നെ ടാഗോറിന്റെ സന്ദർശനം, അതായത് ശ്രീനാരായണ ഗുരു ടാഗോർ സന്ദർശനം എന്നാണ് 1922. പിന്നെ ഗാന്ധിജിയുടെ സന്ദർശനം വരുന്നത് 1925 ഗാന്ധിജിയുടെ സന്ദർശനം വരുന്നത്. പിന്നെ ഗുരുവിന്റെ സമാധി 1928 ആണ് കേട്ടോ. ഗുരുവിന്റെ സമാധി 1928 ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1C, 2A, 3D, 4B ആണ്. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുന്നതാണ്. നോക്കാം. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു ശരിയാണ്. ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരിയാണ് ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചത്, തെറ്റാണ്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യാ ഗുരു, അത് ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 3 ഇവിടെ ശരിയായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. നവമഞ്ജരി കേട്ടോ. നവമഞ്ജരി എന്ന കൃതി ചട്ടമ്പി സ്വാമികളല്ല രചിച്ചത്, മറിച്ച് ശ്രീനാരായണ ഗുരുവാണ് ഇത് രചിച്ചത് കേട്ടോ. നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന്റെയാണ്. തങ്ങളുടെ ആദ്യ കൂട്ടിക്കാഴ്ചയിൽ
കൂടിക്കാഴ്ചയുടെ സ്മരണയ്ക്കായി ശ്രീനാരായണ ഗുരുവാണ് നവമഞ്ചരി എന്ന കൃതി ചട്ടമ്പിസ്വാമികൾക്ക് സമർപ്പിച്ചത്. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. കുഞ്ഞൻപിള്ള എന്ന വിളിപ്പേരിലും അറിയപ്പെട്ടിരുന്നു. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത്. ചട്ടമ്പിസ്വാമികളുടെ മറ്റു പേരുകൾ സർവ്വവിദ്യാധിരാജൻ, ഷൺമുഖദാസൻ, കാവി ധരിക്കാത്ത സന്യാസി. ചട്ടമ്പിസ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ് പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, ക്രിസ്തുമതഛേദനം, ജീവകാരുണ്യ നിരൂപണം. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് നോക്കാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് 1915 തെറ്റല്ലേ? 15 1893 പിന്നെ കല്ലുമാല സമരം നടത്തിയത് 1893 അതും തെറ്റാണ്. പിന്നെ 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. ശരിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അതും ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. 3, 4 ഇവിടെ ശരി. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത്. പിന്നെ കല്ലുമാല സമരം അഥവാ പെരിനാട് സമരം എന്നറിയപ്പെടും കേട്ടോ. പെരിനാട് സമരം അഥവാ കല്ലുമാല സമരം നടന്നത് 1915 അയ്യങ്കാളിയുടെ അപരനാമങ്ങൾ മഹാത്മാ അയ്യങ്കാളി, കേരളത്തിലെ സ്പാർട്ടക്കസ് എന്നറിയപ്പെട്ടിരുന്നതും അയ്യങ്കാളിയാണ് കേട്ടോ. അടുത്ത ചോദ്യം അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്. അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് എന്നാണ് നോക്കാം. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. ശരിയാണ്. തിരുവനന്തപുരത്തെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നതും അക്കാമ ചെറിയാനെയാണ്. അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് അക്കാമ ചെറിയാനെ കുറിച്ച്. ഇനി അടുത്ത ചോദ്യം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുമെന്നാണ്. നോക്കാം. വാഗ്ഫടാനന്ദൻ ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1B 2C 3A 4D. അതായത് വാഗ്ഫടാനന്ദൻ ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അടുത്തത് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 20% നൽകുന്നത്. അടുത്ത ചോദ്യം സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. റിക്കറ്റ്സിയയിലാണ് പെടുന്നത്. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ ഡി. കരളിൽ വെച്ചാണ് കേട്ടോ. അടുത്ത ചോദ്യം ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം കൂടുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ. നൈട്രജൻ ആണ് കേട്ടോ. 65 പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായാണ് ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ സി. ജലത്തിന്റെ വിഘടന ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. 66 കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഈ താഴെ തന്നിരിക്കുന്ന കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? വായിച്ചാൽ തന്നെ അറിയാം ഏതാണ്. ഓപ്ഷൻ സി. ടൈഫോയിഡ് ആണ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഓപ്ഷൻ ബി. തട്ടേക്കാടാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി. തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. സങ്കര ഇനം നെല്ലിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അന്നപൂർണയാണ്. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. റൈസോബിയമാണ്. അടുത്ത ചോദ്യം ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് കേട്ടോ. കണ്ടെത്തുക എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. ആറ്റത്തിൽ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ശരിയാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ശരിയാണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയും. എല്ലാ ആറ്റങ്ങളുടെ ന്യൂക്ലിയസിലും ഒരേ സാന്ദ്രതയാണ്. ശരിയാണ്.
അപ്പൊ ആൻസർ വരുന്നത് 71, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. തൃകങ്ങൾ എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ച ആരാണ്? ഡൊബ്രൈൻ ആണ് കേട്ടോ. തൃകങ്ങൾ ഡൊബ്രൈന്. പിന്നെ അഷ്ടകങ്ങൾ ആരാണ്? അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സ് ആണ്. പിന്നെ അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് ടേബിൾ ആരുടെയായിരുന്നു? മെൻഡലീഫിന്റെയാണ് അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കില്ല. പിന്നെ അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് ടേബിൾ മോസ്ലിയുടെയാണ് കേട്ടോ. മോസ്ലി. അപ്പൊ പഠിച്ചു വെക്കണം. തൃകങ്ങൾ എന്ന് പറയുന്നത് ഡൊബ്രൈൻ. തൃകങ്ങൾ ഡൊബ്രൈന്റെയും അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സിന്റെയും അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് ടേബിള് മെൻഡലീഫിന്റെയും അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് ടേബിള് മോസ്ലിയുടെയും ആണ് കേട്ടോ. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രജൻ വാതകമാണ്. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നു. തെറ്റായ ജോഡി കണ്ടുപിടിക്കാനാണ്. നമുക്ക് നോക്കാം. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാക്ടീരിയ ശരിയാണ്. ടാനിക് ആസിഡ് മഷി തുകൽ ഇവയുടെ നിർമ്മാണം ശരിയാണ്. അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം തെറ്റല്ലേ? അസറ്റിക് ആസിഡ് വെച്ച് രാസവളം നിർമ്മിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുപോലെ തന്നെ സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി. അടുത്തത് സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. അൾട്രാസോണിക് ആണ്. അടുത്തത് ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ഉണ്ടാകുന്ന ഊർജം ഏതാണ്? സ്ഥിതികോർജമാണ് കേട്ടോ. സ്ഥിതികോർജമാണ്. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം കേട്ടോ. സ്ഥിതികോർജം വരുന്നത്. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണ്? പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഓപ്ഷൻ ബി പ്രകീർണനമാണ്. ഇതൊക്കെ നോക്കിയിട്ട് പോണേ. പൂർണ്ണാന്തര പ്രതിവേദനം, അപവർത്തനം, വിസരണം ഒക്കെ ഒന്ന് നിങ്ങൾ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? നമുക്ക് പാസ്കൽ അല്ലേ വരുന്നത്? ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തല്ലേ? ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലേ സെൽഷ്യസും കെൽവിനും ഫാരൻഹീറ്റും ഒക്കെ? യൂണിറ്റ് അല്ലാത്ത ഏതാണ്? പാസ്കൽ പ്രഷറിന്റെ യൂണിറ്റ് ആണ്. അടുത്ത ലാസ്റ്റ് ചോദ്യം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തെ എന്താണ്? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തെ പറയുന്നതാണ് പ്രവേഗം. ഓപ്ഷൻ ഡി പ്രവേഗം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നൊരു PYQ 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് PYQ റിലേറ്റഡ് ഫാക്ടിലും PYQ റിവിഷനും ചെയ്തത്. ഇത് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നാളത്തെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതേ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ പരീക്ഷകളിൽ നിങ്ങൾക്ക് വരുന്നത്. നാളെ 2 പരീക്ഷകളാണ് നടക്കുന്നത്. 10th പ്രിലിംസ് രാവിലെയും ഉച്ചയ്ക്കും നടക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.